ദൈവത്തിനെ എന്താണ് കാണാൻ പറ്റാത്തത്? ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ മയാ തതമിതം സർവം ജഗത്ത് എന്നാണ്. തതം എന്ന് പറഞ്ഞാൽ വ്യാപ്തം എന്നർത്ഥം. വ്യാപ്തം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആരാൽ? എന്നാൽ. ഇപ്പൊ എന്താ സാരം? ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, എന്നിട്ട് എന്തേ കാണാത്തത്? കേട്ടില്ലേ? ഭഗവാൻ പറയല്ലേ, അവ്യക്തമൂർത്തിന, അവ്യക്തമൂർത്തിയായ എന്നാൽ എല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ വ്യക്തനല്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് നരേന്ദ്രൻ, ആളെ അറിയാലോ അല്ലെ, വിവേകാനന്ദ സ്വാമികളുടെ പൂർവാശ്രം. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് നരേന്ദ്രൻ പോയി ചോദിച്ചു, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? വേറെ പലരോടും ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നിരാശയായിരുന്നു ഫലം. ടാഗോറിന്റെ അച്ഛനെ കണ്ട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി നിന്റെ കണ്ണുകൾ മനോഹരമാണ്. അത് പറഞ്ഞു തീർന്നില്ലേ, അതിനു മുമ്പേ നരേന്ദ്രൻ തിരിച്ചു പോന്നു അത്രേ. രാമകൃഷ്ണ പരമഹംസരോട് ചോദിച്ച സമയത്ത് രാമകൃഷ്ണ പരമഹംസർ വളരെ വ്യക്തതയാർന്ന ഭാഷയിൽ പറഞ്ഞു, കണ്ടിട്ടുണ്ട്, കാണുന്നു, നിന്നെ കാണുന്നതിനേക്കാൾ ഗംഭീരമായിട്ട്. ഭജഗോവിന്ദം എന്ന കൃതിയിൽ ആചാര്യ ഭഗവത് പാദരുടെ ഒരു പ്രയോഗമുണ്ട്. എന്താ അത്? പശ്യൻ അപി നച പശ്യതി, പശ്യൻ അപി നച പശ്യതി. എന്താ അർത്ഥം? കാണുന്നെങ്കിലും കാണുന്നില്ല. അതെന്താ ഈ പറഞ്ഞത്? കാണുന്നെങ്കിലും കാണുന്നില്ല. ഈ പണ്ടത്തെ ഒരു പേരന്റിങ്, കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതിലൊക്കെ കുറെ കർക്കശതയൊക്കെ പുലർത്തും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു കാലത്തെ സംഭവം പറയട്ടെ. മൂത്ത മകൻ, ഈ മൂത്ത മകനെ സംബന്ധിച്ച് അച്ഛൻ പുലർത്തുന്ന ഒരു മനോഭാവവും മകനിലേക്ക് പകർന്ന ഒരു മനോഭാവവും. എന്താ അത്? നീ ഒന്നിനും കൊള്ളില്ല, നിനക്ക് ചിന്തിക്കാൻ അറിയില്ല. അതിങ്ങനെ പ്രതിഫലിക്കുക പെരുമാറ്റത്തിൽ മുഴുവൻ. അങ്ങനെയുള്ള മക്കളുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ. ഏത് സമയത്തും അവർക്ക് പരിഭ്രമമായിരിക്കും. അവര് കാര്യം ചെയ്യുന്നതിനേക്കാൾ പരിഭ്രമിക്കുന്നത് ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് എന്ത് പറയോ ആവോ. അപ്പൊ അച്ഛന് കാര്യങ്ങൾ തൃപ്തിയാവണം. അതിനുള്ള വ്യാകുലതയിലായിരിക്കും, തത്രപ്പാടിലായിരിക്കും. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അറിയുള്ളൂ. ഇനി ഒരു സന്ദർഭം പറയാം. ഇങ്ങനെ ഒരു മൂത്ത മകൻ, പിന്നെ ഉള്ളത് ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോട് അച്ഛന് കുറച്ചൊരു പക്ഷപാതിത്വം ഉണ്ട് എന്നാണ് മൂത്തവന്റെ പക്ഷം. അച്ഛന്മാരും അമ്മമാരും സമ്മതിക്കില്ല. പക്ഷെ അവർക്ക് അവരുടെ അച്ഛനമ്മമാരെ കുറിച്ച് അതേ അഭിപ്രായം ഉണ്ട് താനും. അതിലേക്ക് സ്വാമി ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ വീട്ടില് ഒരാള് വന്ന സമയത്ത് അച്ഛൻ താക്കോൽ കൂട്ടമെടുത്ത് മൂത്ത മകനെ വിളിച്ചു. ആ വിളിക്കുമ്പോ തന്നെ സപ്തനാഴിയും തകർന്നു. ഇവിടെ വാ. ചെന്നു. ഈ താക്കോൽ കൂട്ടം കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് അലമാര തുറക്കണം, ഇതുകൊണ്ട് അതിനുള്ളിലുള്ള സൈഫ് തുറക്കണം, ഇതുകൊണ്ട് അതിനകത്തുള്ള പെട്ടി തുറക്കണം, എന്നിട്ട് അതിലുള്ള സ്വർണം മുഴുവൻ എടുത്തോണ്ട് വാ. താക്കോൽ കൂട്ടം കൊടുത്തയച്ച മകൻ അവിടെ പോയി എല്ലാം തുറന്നു, പെട്ടിയും തുറന്നു. പക്ഷെ അവൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. എന്താ ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഭയം? എപ്പോഴും ഉണ്ടാവുന്ന ഭയം, ഞാൻ അവിടെ പോയാൽ കാണില്ല. പറഞ്ഞതുപോലെ തന്നെ ആളവിടെ പോയി പെട്ടി തുറന്നു നോക്കി, കണ്ടില്ല. ഏതായാലും തിരിച്ചു കൂട്ടി താക്കോൽ കൂട്ടായിട്ട് വന്നു. എവിടെ? അവിടെ കണ്ടില്ല. കണ്ടില്ലേ? അതെവിടെ പോയി? ആ സത്തെ മര്യാദയ്ക്ക് നോക്കട്ടെ. പുലഭ്യം. അപ്പോഴേക്കും മോള് ഇങ്ങനെ കുണുങ്ങി എത്തി. മോളെ, അതിൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തു. അതിതേ എടുത്തോണ്ട് വരുമ്പോ ഈ പയ്യൻ ഒളിഞ്ഞു നോക്കി. കൊണ്ടുവരുന്നത് മാലയാണ്, കൊണ്ടുവരുന്നത് വളയാണ്, കൊണ്ടുവരുന്നത് കമ്മലാണ്. അപ്പൊ ഈ പയ്യൻ വിചാരിക്കുകയാണ്,
ഇന്നെങ്കിലും അച്ഛന് മനസ്സിലാവട്ടെ. അച്ഛൻ പറഞ്ഞത് എന്താണ്? സ്വർണം കൊണ്ടുവരാൻ. ഇതിപ്പോ കൊണ്ടുപോകണതോ? ഇന്നെങ്കിലും അച്ഛന് മനസ്സിലാവട്ടെ. അവളെക്കുറിച്ച് എന്താ ഒരു അഭിപ്രായം എപ്പോഴും. പക്ഷേ ഈ പയ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അച്ഛനത് വാങ്ങിച്ചു. നല്ല മോള്. എന്നിട്ട് അയാളെ ഒരു നോട്ടം കണ്ടില്ലേ? അയാൾക്ക് ഇപ്പോഴും സംഗതി മനസ്സിലായിട്ടില്ല. അയാളുടെ കൺഫ്യൂഷൻ എന്താണ്? എടുക്കാൻ പറഞ്ഞത് സ്വർണം, ഇവള് കൊണ്ടു കൊടുത്തത് വളയും മാലയൊക്കെ. ഇതിനാണ് പശ്യന്നപി നച പശ്യതി എന്ന് പറയുന്നത്. സംഗതി മനസ്സിലായോ? ആള് ശരിക്ക് വളയും മാലയും കമ്മലും ഒക്കെ കണ്ടപ്പോൾ എന്ത് കാണുന്നുണ്ട്? സ്വർണം കാണുന്നുണ്ട്, പക്ഷെ കണ്ടില്ല. അത് സ്വർണമാണെന്ന് അറിയില്ല. സംഗതി മനസ്സിലായില്ലേ? പശ്യന്നപി നച പശ്യതി. അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ അക്കണ്ണുകൊണ്ട് നോക്കാത്തത് കൊണ്ട് എന്നാണ് ഉത്തരം. കേട്ടില്ലേ? ഒരു ഫിസിസിസ്റ്റ് എല്ലാം എനർജിയാണ് എന്ന് പറയുന്നില്ലേ? എപ്പോഴാ അത് പറയണത്? ഈ കാണായതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴാണ് പറയണത്. റൈറ്റ്? ആ കണ്ണുകൊണ്ട് നോക്കണം എന്ന് പറയും. ദൃഷ്ടിം ജ്ഞാനമയം കൃത്വ. ദൃഷ്ടിയെ ജ്ഞാനമയമാക്കിയിട്ട് നോക്കിയാൽ ഹരി സർവത്ര, എല്ലായിടത്തും ഹരിയെ കാണാം, ഭഗവാനെ കാണാം. ഈ ആശയം മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ട് ദൈവത്തെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അവ്യക്തമൂർത്തിയാണ്. ദൈവം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ട്. ഒരു ഗാനമേള നടന്ന സ്ഥലത്ത് ഉണ്ടായ സംഭവം കേട്ടിട്ടുണ്ടോ? ഗാനമേള തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഒരാള് കുടിച്ച് പൂസായിട്ട് കയറി വരിക. അതുകൊണ്ടാണ് പറയുന്നത് മുന്നിൽ സീറ്റ് ഒഴിച്ചിടരുത്. മിക്കവാറും ഇങ്ങനെയുള്ളവർ വന്നിട്ട് അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ആസ്വാദനമൊക്കെ ഗംഭീരമായിട്ട് നടത്തി. ഗാനമേള കഴിഞ്ഞു, സ്റ്റേജിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങുകയാണ്. മുഖ്യ ഗായകനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കാത്ത് റെഡിയായി നിൽക്കണ പോലെയാ, ഒരു പിടി മണ്ണും വാരിയിട്ട്. എന്നിട്ട് ഈ ഗായകനോട് പാട്ടൊക്കെ ഗംഭീരമുണ്ട് കേട്ടോ, ഉള്ളത് പറയാന്ന്. ആ അവസാനത്തെ പാട്ട് ഗംഭീരമുണ്ട്, മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും. പക്ഷെ എനിക്ക് ചെറിയ ഡൗട്ട്. എന്താ ഡൗട്ട്? ഈ മണ്ണിൽ എവിടാ ദൈവം? അപ്പൊ പാട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനെ അല്ല. അങ്ങനെ രക്ഷപ്പെട്ടു. ഈ മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ എങ്ങനെ ദൈവം ഇരിക്കണമെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? വീണ്ടും നാരായണ ഗുരുദേവൻ തന്നെ ഓർമ്മയിലേക്ക് വരുന്നു. വാസസ്സു തന്തു പഞ്ഞി ഇത് ആദിമൂല. അങ്ങനെ അദ്വൈത ദീപികയിൽ ഒരു വാക്യമുണ്ട്. വാസസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. വസ്ത്രം എന്താണ്? പഞ്ഞിയാണ്. അല്ല, വസ്ത്രം എന്താണ്? തന്തുവാണ്, നൂലാണ്. നൂലെന്താണ്? നൂല് പഞ്ഞിയാണ്. പഞ്ഞി എന്താണ്? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്താണ്? കാർബണോ ഹൈഡ്രജനോ. കാർബണോ ഹൈഡ്രജനോ ഓക്സിജനോ എന്താണ്? അത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇങ്ങനെ ഒരു സിനിമയിലെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ചോദിച്ചു പോവുക. ഒടുക്ക എവിടെ എത്തും? സർവം ബ്രഹ്മമയം. അത് പിന്നെ ആ ഒരു കാഴ്ച കണ്ടാൽ പിന്നെ മരുഭൂമിയിലെ ജലത്തെ കുറിച്ച് പറയില്ലേ? മരുഭൂമിയിൽ ജലമുണ്ട് തോന്നും, അവിടെ ചെന്ന് നോക്കിയുണ്ടാവില്ല. ഒരിക്കൽ അത് മനസ്സിലായ ഒരാള് അകലെ നിന്ന് ഈ വെള്ളം കണ്ടാലും എന്ത് മനസ്സിലാക്കും? അവിടെ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ സർവത്ര ഈശ്വര ദർശനം സാധിച്ചാൽ പിന്നെ വൈവിധ്യങ്ങളെ കാണുമ്പോഴും ഈശ്വര ദർശനത്തിന് കോട്ടം ഉണ്ടാവില്ല. ഇതാണ് ഉത്തരം പറയാൻ തോന്നുന്നത്.